ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി UDF പ്രതീക്ഷിച്ചതുപോലെ തന്നെയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. വിവാദങ്ങളൊന്നും UDFനെ ഏശയില്ലെന്നും വിവാദങ്ങൾ ഏശാൻ മാത്രം അപാകതയൊന്നും UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേരളത്തിൽ CPM-നും BJP-ക്കും എതിരെയുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് വന്നിരിക്കുന്നത്. വയനാട് നമുക്ക് പ്രിയങ്ക ഗാന്ധി 3.5 ലക്ഷം വോട്ടിന് ലീഡ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ ഇടതുപക്ഷം ജയിച്ചു എന്ന് പറഞ്ഞ് റാലി നടത്തുന്നത് ചേലക്കരയിൽ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തി എന്നതാണ്. 39,000 വോട്ടായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം. എവിടെ പോയി ബാക്കിയുള്ള വോട്ട്? അതുപോലെ പാലക്കാട് BJP-യുടെ വോട്ട് എവിടെ പോയി? CPM-ന്റെ വോട്ട് എവിടെ പോയി? അപ്പൊ ജനങ്ങൾ, ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ വിചാരങ്ങൾ ഇടതുപക്ഷ സർക്കാരിനും അതുപോലെ തന്നെ BJP-ക്കും എതിരാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ റിസൾട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജനാധിപത്യ ശക്തികളുടെ കരുത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് പ്രകടമായത്. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ മുൻപോട്ട് വന്ന എല്ലാ ജനങ്ങളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിക്കുന്നു. പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയ രാഷ്ട്രീയ ഭാവി ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കുന്നു. കേരളത്തിന്റെ പുതുമുഖ രാഷ്ട്രീയ നേതാവായി രാഹുൽ കടന്നു വന്നിട്ടുണ്ട്. അത് ജനം തെരഞ്ഞെടുത്തതാണ്. ജനം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ആശംസകളും രാഹുലിന് നേരാനും ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ആണ് 15ഓളം ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയല്ലേ. ഇപ്പൊ 20ആയി. അത് അത്ഭുതമാണ്. നമ്മൾ ആ പ്രതീക്ഷക്കപ്പുറത്താണ് ആ റിസൾട്ട്. 15 വരെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ശ്രീകണ്ഠൻ പരസ്യമായി പറഞ്ഞിരുന്നു 15, ഞങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു 15, പക്ഷേ 18 വരെ. അത് 20ലേക്ക് എത്തിയെങ്കിൽ ജനമനസ്സ് എവിടെയെന്ന് വിലയിരുത്താൻ ഇവിടുത്തെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിക്കണം. അതുകൊണ്ട് അതിനനുസരിച്ച് മുൻപോട്ട് പോകാനും ഈ നാടിന്റെ ഭരണം ഏറ്റെടുക്കാനും ഐക്യജനാധിപത്യ മുന്നണിക്ക് അവസരം വരാൻ പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിശ്ചയമായും പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരെയുള്ള തിരിച്ചടിയാണ്. ഞാൻ നേരത്തെ പറയാറുണ്ട്, പല യോഗത്തിലും പ്രസംഗിക്കാറുണ്ട്. CPM-ന്റെ പ്രവർത്തകർ അമർഷം കൊണ്ട് ഈ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്. പിണറായി വിജയനോടുള്ള അമർഷം അവർ സ്വകാര്യ മീറ്റിങ്ങുകളിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവും അതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ കണ്ട റിസൾട്ട് എന്നാണ് എന്റെ വിശ്വാസം. പാലക്കാടുകാർക്ക് അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ. വിവേകത്തോടുകൂടി ഇവിടുത്തെ വോട്ടവകാശം വിനിയോഗിക്കാൻ ഇവർ സാധിച്ചു. വയനാടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അവരെ ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ കരുത്തും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും സർവ്വവ്യാപിയാണ് എന്നാണ് ഇതിന്റെ ഇലക്ഷന്റെ റിസൾട്ട്. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കിയുള്ള കൃഷ്ണകുമാറിനെതിരെയുള്ള തിരിച്ചടിയായിരുന്നു. അല്ല, അതൊക്കെ അവരെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്ത് കൃഷ്ണകുമാരോടും ഒക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഏറെ ആളുകൾ BJP-ക്കകത്തുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. സുരേന്ദ്രൻ തമ്മിലുള്ള ഫൈറ്റ് നാട്ടിലെല്ലാവർക്കും അറിയുന്നതാ. BJP അങ്ങനെ ഏതെങ്കിലും സന്ദർഭത്തിൽ അത് തകരാനുള്ള ഒരു വക്കത്ത് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. ഉറപ്പായിട്ട് ഇതിന്റെ ഈ റിസൾട്ടിന്റെ പ്രത്യാഘാതം കൊഴിഞ്ഞു പോക്കലാണ് അവസാനിക്കുക.